ദീപക് എന്ന രക്തസാക്ഷി ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും ദീപകിന് മനക്കെട്ട് ഒട്ടുമില്ലാതെ പോയി. 3 കുട്ടികളുണ്ട്. അതിലൊരാൾക്ക് സിവിയറായിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്. പേരൻസിന്റെ ഏക മകൻ. നാട്ടിലാർക്കും ഒരു കുറ്റവും പറയാനുമില്ല. ആ ബസ് യാത്രയുടെ കണ്ടന്റ് അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയാക്കി മാറ്റി. സിബേസ് കേരളത്തിൽ ഇങ്ങനത്തെ അതിജീവിതമാർ കൂടി വരുന്നത് വളരെ അപകടകരമാണ്. ഇതിനു മുമ്പ് ഒരു ലോറി ഡ്രൈവർ റോഡിൽ തുപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ടന്റ് അവരുടേതായി ഉണ്ടായിരുന്നു. നാട്ടിലും വലിയ അഭിപ്രായമില്ലെന്ന രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവർ തന്നെ പറയുന്നത് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോ എഡിറ്റഡ് വീഡിയോ ആണെന്ന്. സിബേസ് എഡിറ്റഡ് എന്ന് മാത്രമല്ല, ദീപകിന്റെ അവരുടെ ശരീരത്തെ സ്പർശിക്കുന്ന ആ ഒരു പോർഷനൊക്കെ വളരെ സ്ലോ മോഷനിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സിബേസ് ഒന്ന് കണ്ടു നോക്കൂ. റീച്ചിന് വേണ്ടി ഇത്രയ്ക്കും ക്രൂരവും മാരകവുമായ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഈ സൈക്കോളജിസ്റ്റിന്റേത് എന്തുതരം സൈക്കോളജിയാണ് അറിയില്ല. ഈ വീഡിയോ നോക്കിയാൽ അറിയാം ഗേസ്, എന്ന് വന്നിട്ട് ഒട്ടെങ്കിൽ അതൊരു കണ്ടന്റാക്കി മാറ്റാമായിരുന്നുവെന്ന ഒരു ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഈ സൈക്കോളജിസ്റ്റിന്റെ മുഖത്ത് വിടർന്നു വരുന്നത്. 7 വർഷത്തിന് മുമ്പ് ദീപക് ഒരു പെൺകുട്ടിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ യാത്രയ്ക്കിടെ സ്വന്തം കൂടക്കിടപ്പിനെ പോലെ സംസാരിച്ചുവെന്നും പാരസിറ്റമോളൊക്കെ കൊടുത്തുവെന്നും ഒക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയുടേതായ ഒരു ഓഡിയോ ക്ലിപ്പിംഗ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ലവനായ വ്യക്തി ഇന്ന് ഒരു അതിജീവിതയുടെ കണ്ടന്റിന്റെ ഭാഗമായി രക്തസാക്ഷിയായി മാറി. ഇങ്ങനെയുള്ള സംഭവങ്ങളും അതിജീവിതമായും ഇനിയും ഉണ്ടാകും. അപ്പോഴല്ല നിങ്ങൾ നിരപരാധിയാണെങ്കിൽ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ശബ്ദമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പതറരുത്, ഭയക്കരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം ലോകവും സമൂഹവും നന്മയുള്ള മനുഷ്യനും സത്യത്തോടൊപ്പമാണ് എക്കാലവും. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ ഇവിടെ ഒരു പിടി നല്ല മനുഷ്യരുണ്ട്, നന്മയുള്ള മനുഷ്യരുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക ഗെയ്സ്. നിങ്ങൾ ലോകം മുഴുവൻ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും സത്യം നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടാവൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അല്പം സഹിഷ്ണുത, അല്പം ക്ഷമ കാണിക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പാരന്റ്സിന്, മക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഭാര്യയ്ക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം.